പ്രേക്ഷകരെ, ഇനിയിപ്പോൾ നമുക്കൊരു പ്രതികരണത്തിലേക്ക്, ഒരു രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് പോകാം. തെക്കൻ ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജന പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ്. അർഹതപ്പെട്ട സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സീറ്റ് ലഭിക്കണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടെന്നും കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നും PMA സലാം പറയുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലാ പഞ്ചായത്തുകളിൽ സീറ്റ് ലഭിക്കാത്തതിൽ ലീഗിന് അമർഷമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. തെക്കൻ ജില്ലകളിലെ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് പല 5 ജില്ലകളിൽ ആ ലീഗിന് സീറ്റ് കിട്ടിയിട്ടില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അതോ നമ്മള് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? ഇന്നിപ്പോ തീരുമാനമായാലല്ലേ നാളെയല്ലേ നോമിനേഷൻ ലാസ്റ്റ് ഡേറ്റ്? 21 അതെ പറഞ്ഞിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അല്ലേ, സീറ്റ് തരണം എന്നുള്ളത്? പ്രതിഷേധമല്ല, ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, ഞങ്ങൾക്ക് വേണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ എന്താ സംസ്ഥാന നേതൃത്വം എന്താ പറയുന്നത് ഇതിനകത്ത്? അല്ല, അത് തീരുമാനമാകുമ്പോൾ നോക്കുക. ഇന്നും നാളെയും സമയമുണ്ടല്ലോ, ഇന്നും സമയമുണ്ട്. കിട്ടുന്നുള്ള പ്രതീക്ഷ തന്നെയാണല്ലേ? ഓക്കെ, പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായിട്ടുണ്ട്. പ്രസാദ്, തെക്കോട്ടും ലീഗ് സീറ്റ് കണ്ണുവെക്കുന്നു എന്നത് മാത്രമല്ല, അതിന് ശബ്ദമുയർത്താനും തീരുമാനമുണ്ടല്ലേ? സത്യലക്ഷ്മി, UDFിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ തെക്കൻ ജില്ലകളിലെ 5 ജില്ലകളിൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ചർച്ചയായി ഉയർന്നു വരുന്നത്. ഇതിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സീറ്റ് കിട്ടിയിട്ടുള്ളത്. കണിയാപുരം ഡിവിഷനിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഈ ജില്ലകളിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കോട്ടയത്ത് അവർ ആവശ്യപ്പെട്ട സീറ്റ് ആയിരുന്നില്ല കിട്ടിയത്, പകരം വൈക്കം സീറ്റ് കിട്ടി. പക്ഷേ അവിടെ മത്സരിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇത്തവണ അവിടെ ലീഗ് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ അടിമാലി സീറ്റാണ് ലീഗ് ആവശ്യപ്പെട്ടത്. പക്ഷേ അടിമാലി നൽകാൻ കഴിയില്ല. അടിമാലി ഡിവിഷൻ മുസ്ലിം ലീഗിന് വിട്ടു നൽകാനാവില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. പത്തനംതിട്ടയിലാണെങ്കിൽ ചിറ്റാർ ഡിവിഷനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ചിറ്റാർ ഡിവിഷനിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ്. ഇത്തവണ അത് ലീഗ് ആവശ്യപ്പെട്ടു. അവിടെയും നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണയാണ് ആ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിക്ക് 5 ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മുസ്ലിം ലീഗിന് സീറ്റ് ലഭിച്ചില്ല എന്നുള്ളത് അവരുടെ പാർട്ടി പ്രവർത്തകർക്കും മറ്റ് നേതാക്കൾക്കും എല്ലാം തന്നെ വലിയ അമർഷവും വിമർശനവുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അന്ന് PMA സലാം നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്, അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം പറയുന്നു. നമ്മൾ മറ്റൊരു ചോദ്യം, അഥവാ കിട്ടിയില്ലെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ അത്തരം സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്തായാലും അതിനകത്തൊരു തീരുമാനം വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ലീഗിനകത്ത് വലിയൊരു അതൃപ്തി, കടുത്ത അതൃപ്തി തന്നെ നിൽക്കുന്നുണ്ട്. 5 ജില്ലകളിൽ 5 ജില്ലാ പഞ്ചായത്തുകളിൽ സീറ്റ് ലഭിച്ചില്ല എന്നുള്ളതാണ് ആ അമർഷത്തിന്റെ കാരണം. ഓക്കെ, അപ്പോൾ പ്രസാദ് ഉറുമ്പശ്ശേരിയാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.